ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആലീസ് വർഗീസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുത്തത്. ഞാൻ 29 തീയതി മുതൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് മിസ്സായിപ്പോയി. അർജൻറ്റായിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോകണമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വായിച്ച ലാസ്റ്റ് ലൂക്കായുടെ സുവിശേഷം 21 മുതൽ ഉള്ള 20 മുതലുള്ള അധ്യായങ്ങളാണ്. അപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ളതാണ്. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഈശോയുടെ ആ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ആ വേദനയെ ഉപയോഗിക്കുന്നെല്ലാം മനസ്സിൽ തെളിഞ്ഞു വന്നു. എനിക്കൊരുപാട് സങ്കടം ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഈശോ എന്നിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈശോ അതെന്നെ സഹായിക്കുമെന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നി. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ മോൾക്ക് അവിടെ അമേരിക്കയിലാണ്. പക്ഷേ അവൾ ടീച്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഒരു 6 മാസമായിട്ട് അവൾക്ക് ജോലിയില്ല. അവൾ ഒത്തിരി ടെൻഷനിലാണ്. അതുകൊണ്ട് അവൾക്ക് ഇനി അവൾ ടീച്ചറായിട്ട് ഇരിക്കുന്നില്ല. അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാണ് അത്. കാരണം അവിടെ ടീച്ചിങ് ലൈനിൽ ഒത്തിരി ഇതാണെന്ന് പറഞ്ഞു, പാർഷ്യാലിറ്റി പോലത്തെ ഇതാണെന്ന്. അപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി അവൾക്കൊരു കുഞ്ഞുണ്ട്, ഹസ്ബൻഡുണ്ട്. നിങ്ങളെന്നെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അവളുടെ പേര് സിമി വർഗീസ് എന്നാണ്. എനിക്കതൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു.